ഓഫ് ചെയ്തോ? നീ ഒറ്റയ്ക്കാണോ പോണേ? എന്നെ കൂടെ. 2023 ഡിസംബർ. ഞാനും ആൽബിയും UK എത്തുന്നത് 2023 കഴിഞ്ഞ വർഷം, അതായത് 2024 മുഴുവൻ ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെയാണ് ചെലവഴിച്ചത്. അതിലൊരു 90% നോർവിച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അതുവരെയും ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ നോർവിച്ച്. പക്ഷെ ഇപ്പം ഇവിടം ഞങ്ങൾക്ക് നമ്മുടെ നാട് പോലെ തന്നെയൊക്കെ പ്രിയപ്പെട്ട ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ കിഴക്കേ അറ്റത്തുള്ള ഒരു കൗണ്ടിയാണ് നോർഫോക്ക്. നോർഫോക്കിലെ ഏറ്റവും വലുതും പ്രോമിനന്റും ആയിട്ടുള്ള ഒരു സിറ്റിയാണ് നോർവിച്ച്. ചെറുതൊന്നുമല്ല, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഞങ്ങളുടെ നോർവിച്ചിൻ്റെത്. ഒരു കാലത്ത് ലണ്ടനോട് തോളോട് തോൾ നിന്ന് മത്സരിച്ചിരുന്ന ഒരു നഗരമാണിത്. ദ സെക്കൻഡ് സിറ്റി ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അന്ന് നോർവിച്ച് അറിയപ്പെട്ടിരുന്നത്. കടൽ മാർഗം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഒക്കെ നടന്നിരുന്നത് നോർവിച്ചിന്റെ കരയിലുള്ള നോർത്ത് സീ വഴിയും പിന്നെ സിറ്റിയുടെ ഒത്ത നടുക്കൂടെ ഒഴുകുന്ന റിവർ വെൻസം വഴിയും ഒക്കെയാണ്. ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ പറഞ്ഞതുപോലെ കടൽക്കരയിലായതുകൊണ്ട് തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ കോസ്റ്റൽ വില്ലേജുകൾ നോർഫോക്കിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അതിലൊരു വില്ലേജിലേക്കാണ് ഞങ്ങൾ ഈ ഡ്രൈവ് ചെയ്തു പോകുന്നത്. ബ്ലേക്കിനി എന്നാണ് ഞങ്ങൾ പോകുന്ന ഈ വില്ലേജിന്റെ പേര്. നോർവിച്ചിൽ നിന്ന് നമ്മളൊരു 1 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലേക്കിനിയിലേക്ക് എത്തും. ഇന്നലെ രാത്രി ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്ലേക്കിനിയിലേക്കുള്ള റൂട്ട് മാപ്പൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ആ വഴിയിലാണ് ഒരു വില്ലേജും കൂടെ ശ്രദ്ധിച്ചത്. അതിൻ്റെ പേര് ഹോൾട്ട് എന്നാണ്. ഹോൾട്ട് കണ്ടപ്പോൾ തന്നെ എന്തോ ഇതൊരു നൈസ് വില്ലേജ് ആയിരിക്കും എന്ന് എനിക്കൊരു ഫീൽ അടിച്ചു. ലോകത്തെ എല്ലാ സ്ഥലങ്ങളും നൈസൊക്കെ തന്നെയാണ്, പക്ഷെ ഹോൾട്ട് ഒരു എസ്തെറ്റിക് സ്ഥലമായിരിക്കും എന്ന് തോന്നി. വെൽക്കം ടു ഹോൾട്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ ഹോൾട്ട് നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിൽ ഹോൾട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടി നേരെ ബ്ലേക്കിനിയിലേക്ക് വിടാം. ഇന്നത്തെ നോർഫോക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഇംഗ്ലണ്ടിന്റെ അത്ര പോഷൊന്നും അല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പണക്കാരായ ആളുകളൊന്നും അല്ല ഇവിടെ താമസിക്കുന്നതും. ഫാമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ വരുമാന മാർഗം. നോർത്ത് സീയിലേക്ക് വന്നു ചേരുന്ന കുറേ റിവറുകളും കനാലുകളും ഒക്കെ ഉള്ള നല്ല സീനിക് ആയിട്ടുള്ള ഒരു കൗണ്ടി. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഡെസ്റ്റിനേഷൻസ് നോർഫോക്കിലുണ്ട്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലേക്കിനിയും അതുപോലൊരു സ്ഥലമാണ്. യൂഷ്വലി സ്പ്രിംഗ് സമ്മർ ടൈമൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ സീസൺ. പക്ഷേ വിൻ്ററിലും സീൽ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഭയങ്കര പോപ്പുലറാണ്. വിൻ്റർ സമയത്ത് സീലുകൾ കൂടുതലും കരയിലേക്ക് ഇറങ്ങി കിടക്കും. യൂഷ്വലി കടലിൽ കിടക്കുന്ന സീലുകൾ കരയിലേക്ക് ഇറങ്ങി കിടക്കും. അങ്ങനെ ഒരുപാട് സീലുകളെ ഇവിടെ ബ്ലേക്കിനിയിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രേ സീലുകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ബ്ലേക്കിനി. ഇത് സീൽസിന്റെ ഒരു റീപ്രൊഡക്ഷൻ സീസൺ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ കരയിലേക്ക് ഇറങ്ങി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിവർ ഗ്ലേവൻ. ഈ റിവറിന്റെ കരയിലാണ് നമ്മൾ ഇത്രയൊക്കെ കഥ പറഞ്ഞു പോകുന്ന ബ്ലേക്കിനി ഇരിക്കുന്നത്. ബ്ലേക്കിനി എന്ന് കേൾക്കുമ്പോൾ ആദ്യം കിട്ടുന്ന പിക്ചർ ബ്ലേക്കിനി ക്വേയുടേതാണ്. കപ്പലും ബോട്ടും ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. നമ്മുടെ നാട്ടിലെ വാർഫ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ക്വേയും. ഇവിടുത്തെ ഈ ആൾത്തിരക്കൊന്നും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല ബ്ലേക്കിനി. പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിലെ മറ്റു പല വില്ലേജുകളും പോലെ തന്നെയാണ് ഇവിടെ. എക്സാക്ട് നമ്പർ ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു 600-700 ആളുകളൊക്കെ ഈ ഒരു വില്ലേജിൽ താമസിക്കുന്നുള്ളൂ. ബാക്കി ബ്ലേക്കിനിയിൽ വരുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ്. കാരണം പണ്ട് ട്രേഡ് ആയിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ
സംഭവമെങ്കിൽ ഇപ്പം ടൂറിസമാണ് ബ്ലേക്കിനിയുടെ മെയിൻ വരുമാന മാർഗം. അപ്പം അതിൻ്റെ ഒരു സംഭവത്തിലാണ് ഇത് ഫുൾ, ഈ വില്ലേജ് ഫുൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം ഇങ്ങനെ ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ മാറി മാറി വരുന്ന ഒരു ഇടമാണ് കേട്ടോ. ഇപ്പൊ ഈ ലോ ടൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു കളറ്. വെള്ളമുള്ളപ്പോൾ വേറെ തന്നെ ഒരു കളറാണ്. പക്ഷെ എനിക്ക് വെള്ളം ഇല്ലാത്തതാ നല്ലതെന്നാ തോന്നുന്നു. മനസ്സിലായി, ഇതൊരു നമുക്ക് അറിയാൻ പറ്റാത്ത ടെറൈൻ ആയതുകൊണ്ടല്ലേ. പക്ഷെ അത് ചിലപ്പോൾ കുറച്ചും കൂടി എസ്റ്റിക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. വെള്ളം ഉണ്ടായിരുന്നെങ്കിലും അതൊരു വീടായിരിക്കും. എനിക്കിത് കാണുമ്പോ ഭയങ്കര ഇങ്ങനെ ഇവിടെ നല്ല രസമല്ലേ, റോട്ടിൽ കൂടെ ആൾക്കാർ നടക്കുമ്പോൾ ഒരു പട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞ കൂടെ ഉണ്ടാവില്ലേ. ആ ഏരിയ ഫുള്ളുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. ദേ കണ്ടോ, ഈ പോയിന്റിൽ കണ്ടോ അവിടെ നിറച്ച് കിളികളാ. കണ്ടോ, ഇതൊരു ഇത്ര വലിയ വോക്കുണ്ട് ഇവിടെ നിന്ന് നമ്മള് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ നല്ല രസമുള്ള, ഇത്ര ആളുകൾ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. ഇത്ര ആളുണ്ടെന്ന് ചോദിച്ചു വിന്ററിൽ. അതെനിക്ക് തോന്നുന്നു എല്ലാവരും ഇത്ര വോക്കുണ്ട് ഇല്ല, എനിക്ക് തോന്നി സീൽ കാണാൻ വേണ്ടി വന്നവരായിരിക്കും ചിലപ്പോ. സീൽ ട്രിപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ 10:30 ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ പെർ പേഴ്സൺ അഡൽറ്റിന് 25 pounds ആണ്. ഞങ്ങൾ ഈ നടക്കുന്ന റൂട്ട് നോർഫോക്ക് കോസ്റ്റൽ പാത്തിന്റെ ഒരു പോർഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ സമ്മറിൽ ഞാനും ആൽബിയും കൂടെ ഇതിന്റെ വേറൊരു പോർഷൻ കവർ ചെയ്തിരുന്നു. അന്ന് അത് പക്ക പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഇത് തികച്ചും അൺപ്ലാൻഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതിന്റെ ബാക്കിയാ ഇത്. കോഫിക്കട മൊത്തം ഉണ്ടല്ലോ ഇത് ട്രെയില്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ഇത് ബീച്ചിലേക്കൊന്നുമില്ല, ഇവിടെ ആക്സസ് ഒന്നുമില്ല. നേരെ പോയിട്ട് ആ മെയിൻ റോഡ് തന്നെ തിരിച്ചു വന്ന് കയറും. ഈ ഗ്ലേവിൻ റിവർ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടലിലേക്ക് ഡയറക്റ്റ് വിസിബിലിറ്റി ഒന്നുമില്ല. ദോ അങ്ങ് കാണുന്നത് കടലാണെന്ന് വിചാരിച്ച് അങ്ങ് നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കടൽ കണ്ടില്ലെങ്കിലും ഇവിടെ ഒരുപാട് കിളികളെ കാണാൻ കിട്ടും. ഈ റിവറിന്റെയും ബീച്ചിന്റെയും ഒക്കെ ഇടയിൽ ഇത്രയും മാഷ്ലാൻഡ്സ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്ര മാത്രം കിളികൾ വരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് കിളി പരിജ്ഞാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ ഒന്നും അത്ര പരിചയമൊന്നുമില്ല. ബട്ട് ബേർഡ് വാച്ചിങ് ഒക്കെ ഹോബി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ ദിസ് ഇസ് യുവർ പ്ലേസ്. ഓ ഫൈൻ. നമ്മൾ ഈ റോഡ് പോയി ആ വില്ലേജിന് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മള് ഷുഡ് ഗോ ദേർ അല്ലേ. നമ്മള് ഓക്കെ, ഇതിൽ അവിടെ കൂടെ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. ലുക്ക് അഗെയിൻ 2 ആളുകൾ ആൻഡ് എ പട്ടി. ദോ അത് കണ്ടോ, അവിടെ വേറൊരു വില്ലേജ് ഉണ്ട്, ക്ലേ നെക്സ്റ്റ് ദ സീ. നല്ല വെറൈറ്റി ഒരു പേരല്ലേ. എന്തായാലും ആ വില്ലേജും കൂടെ ഒന്ന് കണ്ടുവരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം നമുക്ക് ദേ ആ കാണുന്ന വിൻഡ് മിൽ ലക്ഷ്യമാക്കി നടക്കാം. ബ്ലേക്കിനിയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ 1% ക്ലേ നെക്സ്റ്റ് സീയിലേക്കും എത്താറുണ്ട്. വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ 2 വില്ലേജുകളും തമ്മിലുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിത് ഇപ്പം ക്ലേ നെക്സ്റ്റ് സീയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബസ് ഇപ്പം ഇതിലേ പോയത് നന്നായി. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നോർഫോക്കിലെ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഇത് ഇപ്പം ഈ പാസ് ചെയ്ത് പോയത്. സൂപ്പർ. വിൻമിൽ ആക്സറി അല്ല അത്. അത് പ്രീവിയസ്ലി ഇതൊരു വിൻമിൽ തന്നെയായിരുന്നു. ഇത് വാക്കിംഗ് മിൽ പിന്നെ ആയിരിക്കും, അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇങ്ങനെയാക്കും. പക്ഷെ വിൻമിൽ അവിടെ തന്നെ പ്രിസർവ് ചെയ്യും. എന്നാലാണ് ഇത് നല്ല ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ അനുസരിക്കും വർക്ക് ചെയ്യാൻ അവിടെ.
ആ ഇത് ഇത് നമ്മളെന്താ കണ്ടു നോക്കിയത്. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം അല്ലേ? കാർ പാർക്കിലേക്ക് നടക്കാം. റോട്ടിൽ കൂടെ നടക്കായിരിക്കും കാർ പാർക്കിലേക്ക്. റോഡ് കിടപ്പാ. അത് കൊള്ളായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ നമ്മള് വിൻമില്ല് കാണുമെന്ന് പ്രതീക്ഷിച്ചു. ആ ഇല്ല ഇത്ര അടുത്ത് ക്ലോസ് കാണാൻ പറ്റും എനിക്ക് പ്രതീക്ഷയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വിൻമില്ല് ഉപേക്ഷിച്ചേക്കാൻ പക്ഷെ കൊള്ളാം. പക്ഷെ അതിപ്പോ ഒരു ഹോട്ടലാണ്. ഇവിടെ നമുക്ക് വെഡിങ്സ് നടത്താം, അതാ അവര് എഴുതി വെച്ചേക്കുന്നത്. ആ അതെ ഇവിടെ എല്ലാം ഉണ്ട്. ഒരു പാർട്ടി ഹോട്ടലായത്, ഒരു ബുട്ടി ഹോട്ടൽ പോലത്തെ സാധനം. ഇപ്പൊ കല്യാണം കഴിക്കാം, എന്നിട്ട് കല്യാണം ഇവിടെ നടത്താം. അതെ ഒന്ന് കല്യാണം കഴിച്ച് ചെയ്യണം മാറി കല്യാണം കഴിക്കാം വലിയ കഴിക്കും. ഇനി ബ്ലേക്കിനി എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ ആദ്യം കണ്ട ഒരു വെള്ള ബോട്ടും പിന്നെ കുറേ കിളികളെയൊക്കെ ആയിരിക്കും. ക്ലേ നെക്സ്റ്റസി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടിറങ്ങിയ ആ ഒരു വിൻഡ് മില്ലില്ലേ, അതും പിന്നെ ഈ കാണുന്ന ക്രഫിനും ആയിരിക്കും കോർ മെമ്മറി. ഇവിടെ നിന്ന് ഞങ്ങളൊരു ക്രഫിനും ഒരു ഫ്രാഞ്ചിപ്പൈനും ആണ് വാങ്ങിയത്. ഗസ് വാട്ട്, ഇനിയിപ്പോൾ ക്രഫിൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടത്തേക്ക് വരണം എന്ന അവസ്ഥയായിട്ടുണ്ട്. അത്ര അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തിരിച്ച് നടന്നേക്കാം. പോകുന്ന വഴിക്ക് ബ്ലേക്കിനിയുടെ ഇടവക പള്ളിയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാം. നോർത്ത് സീയുടെ ഇക്കരെ നോർഫോക്ക് ആണെങ്കിൽ അക്കരെ ഉള്ളത് നെതർലൻഡ്സ് ആണ്. സോ പണ്ട് കച്ചവടത്തിനൊക്കെ ആയിട്ട് ഫ്രാൻസിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും ഒക്കെ കപ്പലുകൾ ഇവിടെ വന്നെടുക്കുമ്പോൾ ഡച്ചുകാരുടെ ഒരു പ്രധാന താവളമായിരുന്നു ഈ പറയുന്ന ബ്ലേക്കിനി. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഈ രണ്ട് സൈഡിലും കാണുന്ന ടവറുകളാണ്. അതിലൊരെണ്ണം കപ്പലുകൾക്കുള്ള വഴികാട്ടിയായിട്ട് ലൈറ്റ് ഹൗസ് പോലെയാണ് പണ്ട് പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ കപ്പലടുപ്പിച്ച് കഴിയുമ്പോൾ പലരും ഈ പള്ളിയിൽ വന്നിട്ട് സേഫ് ജേർണിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ടായിരുന്നു. ഒരു കാലത്ത് ബ്ലേക്കിനിയുടെ സ്ട്രീറ്റുകളിൽ കൂടെ നടക്കുമ്പോഴത്തേനും ഇംഗ്ലീഷ് കേൾക്കുന്നതിനൊപ്പം തന്നെ ഡച്ചും കേൾക്കുമായിരുന്നു. അത്രമാത്രം ഡച്ചുകാരാണ് അന്ന് ഇവിടെ വന്നിരുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ബ്ലേക്കിനി വിശേഷങ്ങൾ. ചെറിയൊരു വില്ലേജ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ബ്ലേക്കിനിയുടെ വിശേഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നതല്ല. സമ്മറിൽ ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നൊക്കെയാണ് ഞങ്ങൾ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമ്മർ എല്ലാ വർഷവും ഉള്ളത് കൊണ്ടായാലും നന്നായി, കാരണം എന്നെങ്കിലും ഒരിക്കലും ആ ആഗ്രഹമൊക്കെ നടക്കുമല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.